രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലും കുട്ടനാടൻ കർഷകർക്ക് ലഭിച്ചത് അവഗണന മാത്രം. നെൽകർഷകരുടെ വിളവിനുള്ള വില നൽകാൻ റിവോൾവിംഗ് ഫണ്ട് വകയിരുത്താത്തതും കേന്ദ്ര സർക്കാർ അനുവദിച്ച താങ്ങുവില സംസ്ഥാന സർക്കാർ ലഭ്യമാകാത്തതുമാണ് കർഷകരെ വലയ്ക്കുന്നത്. കർഷകരോടുള്ള ഈ നിഷേധ സമീപനം തുടരുമ്പോൾ ഇടതുപക്ഷം വോട്ടിനായി കുട്ടനാട്ടിലേക്ക് വരേണ്ടതില്ല എന്നാണ് കർഷകരുടെ നിലപാട്. കുട്ടനാടൻ നെൽകർഷകർ ഇന്ന് അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. കൃഷി ചെയ്യാനുള്ള അടിസ്ഥാന സാഹചര്യമില്ലാതിരുന്നിട്ടും വെല്ലുവിളികളെ അതിജീവിച്ച് കൃഷിയിറക്കി നല്ല വിളവ് സമ്പാദിച്ചാലും വിളവ് ഏറ്റെടുക്കുന്നതിൽ അനാസ്ഥ, വില നൽകുന്നതിൽ അതിലും വലിയ അനാസ്ഥ. നൽകുന്ന വിലയാകട്ടെ കേന്ദ്ര സർക്കാർ വർദ്ധിച്ച ആനുകൂല്യം നൽകാതെ 3 രൂപയിലധികം കുറവോടുകൂടിയും യഥാസമയം നെല്ലിന്റെ വില നൽകാൻ റിവോൾവിംഗ് ഫണ്ട് വകയിരുത്താത്ത രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റും കർഷകരെ അവഗണിച്ചു എന്ന വികാരമാണ് കുട്ടനാട്ടിൽ നിലനിൽക്കുന്നത്. ഇന്ന് കേരളത്തിലെ നെൽ കർഷകര് സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 10ാമത്തെ ബഡ്ജറ്റാണ്. ഞങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കേണ്ടതാണ്. കാർഷിക മേഖലയിലെ ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായതിനെ റിവോൾവിംഗ് ഫണ്ട് നെല്ല് സംഭരണത്തിനായി മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഈ വർഷവും അതുണ്ടായില്ല എന്നുള്ളത് നെൽ കർഷകരോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണ്. കേരളത്തിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന 100% കർഷകരും ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഞങ്ങളുടെ വാങ്ങൽ ശേഷിയെ ബാധിക്കുന്ന, ഞങ്ങളുടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വിലങ്ങുതടിയാകുന്ന സിവിൽ സ്കോറെ വരെ ബാധിക്കത്തക്ക രീതിയിൽ ഞങ്ങളെ കടക്കാരാക്കുന്ന ഒരു നയസമീപനമാണ് ഈ ബാങ്ക് ലോൺ സമ്പ്രദായം. ഇതിന് മറുപടിയായതിനെ നെല്ല് സംഭരണത്തിന് വേണ്ടി റിവോൾവിംഗ് ഫണ്ട് മാറ്റിവെച്ചിരുന്നുണ്ട്. അതുകൂടാതെ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 5 ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ച നെല്ലിന്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് തടഞ്ഞു വെച്ചിരിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കർഷകരോടുള്ള അവഗണന തുടരുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വോട്ട് തേടി എത്തേണ്ടതില്ലെന്ന നിലപാടാണ് കർഷകർക്കുള്ളത്. വാക്കുകൊണ്ടല്ലാതെ പ്രവർത്തി കൊണ്ട് കർഷകരെ ചേർത്ത് പിടിക്കുന്നവരെ പിന്തുണയ്ക്കുക എന്നതാണ് ഇക്കുറി കുട്ടനാട്ടിലെ കർഷകരുടെ വികാരം. കേരളത്തിൽ ആകമാനം 4.5 ലക്ഷത്തോളം വരുന്ന നെൽ കർഷക കുടുംബങ്ങളുണ്ട്. അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ആര് സമീപിച്ചാലും നെൽ കർഷകരോടൊപ്പം നിൽക്കുന്നവർക്ക് മാത്രമേ ഞങ്ങളുടെ സമ്മതിദാന അവകാശം ഇനി വിവേകപൂർവ്വം ഞങ്ങൾ വിനിയോഗിക്കൂ എന്ന് ഈ ഒരു അവസരത്തിൽ അടിവരയിട്ട് പറയുകയാണ്. കർഷകരും കർഷക തൊഴിലാളികളും ഒരേപോലെ പ്രതിഷേധവുമായി എത്തുന്നത് ബഡ്ജറ്റിലെ അവഗണന കൂടി മനസ്സിലാക്കിയാണ്. ഇതോടെ CPMന്റെ ഭവന സന്ദർശന പരിപാടിയും പ്രഹസനമാണെന്ന് വ്യക്തമാവുകയാണ്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.